ഗൾഫ് നാടുകളിൽ മലയാളികൾ കെട്ടിപ്പടുത്തത് കേവലം സാമ്പത്തിക സാമ്രാജ്യങ്ങൾ മാത്രമല്ല, അതിലും വലിയൊരു വിശ്വാസ്യതയുടെ ആകാശമാണ്. സത്യസന്ധതയ്ക്കും കഠിനാധ്വാനത്തിനും പേരുദ്യോഗമുള്ള പ്രവാസി മലയാളി സമൂഹം അറബ് നാടുകളിലും മറ്റിതര രാജ്യക്കാരിലും ഉണ്ടാക്കിയെടുത്ത ആ നല്ല പേര് ഏത് പ്രതിസന്ധിയിലും അവരുടെ ഏറ്റവും വലിയ കൈമുതലായിരുന്നു. എന്നാൽ ഈ മഹത്തായ പാരമ്പര്യത്തിന് കരുനിഴൽ വീഴ്ത്തുന്ന ചില വഞ്ചനയുടെ കഥകളാണ് അടുത്ത കാലത്തായി പുറത്തു വരുന്നത്. UAE അലൈനിൽ ജോലി ചെയ്തിരുന്ന പാകിസ്ഥാൻ സ്വദേശിയായ അല്ലാഹ് നൂർ എന്ന പ്രവാസിയുടെ അനുഭവം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒപ്പം ജോലി ചെയ്ത മലയാളി സുഹൃത്തുക്കളെ കണ്ണടച്ച് വിശ്വസിച്ചതിന്റെ പേരിൽ 2,79,000 UAE ദിർഹം, അതായത് ഏകദേശം 73 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ, അത് നഷ്ടപ്പെട്ട് ഒടുവിൽ നീതി തേടി കേരളത്തിലെ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ എത്തേണ്ടി വന്ന അല്ലാഹ് നൂറിന്റെ കേസ് പ്രവാസി ലോകത്തിനാകെ വലിയൊരു പാഠവും മുന്നറിയിപ്പും നൽകുന്നു. അലൈനിലെ നിർമ്മാണ മേഖലയിൽ ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്തിരുന്നവരായിരുന്നു പാകിസ്ഥാൻ സ്വദേശിയായ അല്ലാഹ് നൂർ മാലിക്കും മലപ്പുറം സ്വദേശി റഷീദും. അല്ലാഹ് നൂർ മെറ്റീരിയൽ ഇൻസ്പെക്ടറായും കൺസൾട്ടന്റായും ജോലി ചെയ്തപ്പോൾ റഷീദ് കോൺട്രാക്ടിംഗ് വിഭാഗത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഒരേ തൊഴിലിടത്തിലെ നിത്യേനയുള്ള ഇടപെടലുകൾ ഇരുവരെയും അടുത്ത സുഹൃത്തുക്കളാക്കി മാറ്റി. ഈ ആത്മബന്ധം മുതലാക്കി സ്വന്തമായി ബിസിനസ് തുടങ്ങി വൻ ലാഭം കൊയ്യാമെന്ന വാഗ്ദാനവുമായി റഷീദും കൂട്ടാളി അനസും ഈ അല്ലാഹ് നൂറിനെ സമീപിക്കുകയായിരുന്നു. ലാഭകരമായ പല പദ്ധതികളും കയ്യിലുണ്ടെന്നും അതിൽ പങ്കാളിയാക്കാമെന്നും വിശ്വസിപ്പിച്ച അവർ അല്ലാഹ് നൂറിൽ നിന്നും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്നും വൻ തുകകൾ ഘട്ടം ഘട്ടമായി കൈക്കലാക്കി. വിശ്വാസ്യത ഉറപ്പിക്കാനായി 2016 ഏപ്രിൽ 1 2,64,000 ദിർഹത്തിന്റെയും ഏപ്രിൽ 9 5,000 ദിർഹത്തിന്റെയും പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ അല്ലാഹ് നൂറിന് അവർ നൽകി. എന്നാൽ പണം തിരിച്ചു കിട്ടേണ്ട സമയത്ത് ബാങ്കിൽ സമർപ്പിച്ചപ്പോഴാണ് അക്കൗണ്ടിൽ പണമില്ലാതെ ചെക്കുകൾ മടങ്ങുന്നതും തങ്ങൾ ക്രൂരമായി വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും അല്ലാഹ് നൂർ തിരിച്ചറിയുന്നത്. വഞ്ചിക്കപ്പെട്ടു എന്നുറപ്പായതോടെ അല്ലാഹ് നൂർ അലൈൻ കുറ്റകൃത്യ കോടതിയെ സമീപിക്കുകയും ശക്തമായ നിയമ പോരാട്ടം നടത്തുകയും ചെയ്തു. കേസ് വിശദമായി പരിശോധിച്ച UAE കോടതി റഷീദിനെ കുറ്റക്കാരനായി കണ്ടെത്തുകയും തടവ് ശിക്ഷയും പിഴയും വിധിക്കുകയും ചെയ്തു. എന്നാൽ കോടതി വിധിച്ച ശിക്ഷ അനുഭവിക്കുന്നതിനോ അല്ലെങ്കിൽ തട്ടിയെടുത്ത തുക തിരികെ നൽകുന്നതിനോ തയ്യാറാകാതെ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് റഷീദ് സ്വന്തം നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. UAE വിചാരണയിൽ നിന്നും തടവ് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ പ്രതി കാണിച്ച ഈ തന്ത്രം പക്ഷേ അല്ലാഹ് നൂറിനെ തളർത്തിയില്ല. കേസിൽ ഉൾപ്പെട്ട മറ്റൊരാളായ അനസ് ഇപ്പോഴും UAE തുടരുന്നുണ്ടെന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. പ്രവാസി ലോകത്തെ ഏതൊരു സാമ്പത്തിക കുറ്റകൃത്യവും കേവലം 2 വ്യക്തികൾ തമ്മിലുള്ള തർക്കമായി മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് അന്യരാജ്യക്കാരനായ ഒരു സഹപ്രവർത്തകൻ മലയാളിയെ വിശ്വസിച്ച് പണം നൽകുകയും ആ വിശ്വാസ്യത ദുരുപയോഗം ചെയ്ത് മലയാളി നാട്ടിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ഗൾഫിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മലയാളി പ്രവാസികളാണ്. UAE മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും തൊഴിൽ മേഖലകളിൽ മലയാളികൾക്ക് ലഭിച്ചിരുന്ന പ്രത്യേക പരിഗണനയും ബഹുമാനവും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ കാരണം തകർന്നടിയാൻ സാധ്യതയേറെയാണ്. ഒരു മലയാളി നൽകുന്ന വാക്കിന് അറബികളും ഇതര ഏഷ്യൻ നിക്ഷേപകരും നൽകിയിരുന്ന വലിയ വില ഇത്തരം തട്ടിപ്പുകളിലൂടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ബിസിനസ് പങ്കാളിത്തത്തിലോ സാമ്പത്തിക ഇടപാടുകളിലോ മലയാളികളെ പങ്കാളികളാക്കാൻ മറ്റു രാജ്യക്കാർ ഇനി അല്പം മടി കാണിച്ചേക്കാം എന്ന യാഥാർത്ഥ്യം പ്രവാസി സമൂഹം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. പ്രമുഖ അഭിഭാഷകനായ ഷമീർ മുഹമ്മദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ്. സന്ദീപ് ജി പറഞ്ഞതുപോലെ തന്നെ മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ കെട്ടിപ്പടുത്തത് കേവലം ഒരു സാമ്പത്തിക സാമ്രാജ്യം മാത്രമല്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെയും വിശ്വാസ്യതയുടെയും അതുപോലെ തന്നെ സത്യസന്ധതയുടെയും വലിയൊരു ലോകം തന്നെയാണ്. ഇന്നും ആ സ്വീകാര്യത ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ ആ സൽപ്പേര് കളങ്കപ്പെടുത്തുന്നുള്ള പല പ്രവർത്തനങ്ങളും നമ്മൾ മലയാളി സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് ഉണ്ടായ ടിക്ടോക്കിലൂടെയുള്ള വെല്ലുവിളിയും അത് കഴിഞ്ഞിട്ടുള്ള കൊലപാതകം, അതുപോലെ ഡ്രഗ് കേസിൽ പിടിക്കപ്പെടുന്ന മലയാളികളുടെ എണ്ണം, അതുപോലെ തന്നെ മദ്യപിച്ച് പൊതു മദ്യത്തിൽ പ്രശ്നമുണ്ടാക്കുന്നവരുടെ എണ്ണം തുടങ്ങി പല പ്രശ്നങ്ങളും ആ സൽപ്പേര് കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മലയാളി സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കേസിൽ ഇപ്പോൾ അല്ലാഹ് നൂറിന്റെ കേസിൽ ഈ സാമ്പത്തിക ഇടപാട് പലപ്പോഴും ഇപ്പൊ ഇവര് ഈ പല കേസുകളിലും കണ്ടുവരാറുണ്ട്. ഈ സൗഹൃദത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വിശ്വാസ്യതയുടെ പേരിലോ വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് പാർട്ണർഷിപ്പ് ഒക്കെ തുടങ്ങും. വേണ്ടത്ര നിയമ സുരക്ഷ ഇത്തരം കേസുകളിൽ ഉറപ്പുവരുത്താറില്ല. ഇപ്പോൾ നിയമപരമായിട്ട് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പോലും പലരും ചെയ്യാറില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം ചതിയിൽ പലരും ചെന്ന് ചാടുന്നത്.
അത് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും, മലയാളികൾ മാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും അതുപോലെ തന്നെ പല രാജ്യക്കാരും ഇത്തരം പ്രവർത്തനങ്ങളിൽ ചതിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ചതിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഒരു കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കേസിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ കേസ് നടത്തിയത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നമുക്ക് ഈ കേസിൽ ഓപ്പോസിറ്റ് പാർട്ടിയുടെ വശം കൂടി കേൾക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. കൃത്യമായി ആ ജഡ്ജ്മെന്റ് കണ്ടാലോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്കിതിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഇത്തരം പ്രവർത്തനങ്ങൾ, വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ, ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ വേണ്ടത്ര നിയമ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ളത് ശ്രദ്ധിക്കണമെന്നുമാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. വ്യക്തിപരമായ ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും പേരിൽ നിയമപരമായ സുരക്ഷ ഉറപ്പുവരുത്താതെ വൻ തുകകൾ കൈമാറുന്നത് എത്രത്തോളം അപകടകരമാണെന്നത് അല്ലാഹ്നൂറിന്റെ അനുഭവം തെളിയിക്കുന്നു. സ്വന്തം നാട്ടുകാരൻ അല്ലാതിരുന്നിട്ട് കൂടി ഒരു സഹപ്രവർത്തകനെ കണ്ണടച്ച് വിശ്വസിച്ച അല്ലാഹ്നൂറിന് തന്റെ ജീവിത സമ്പാദ്യമാണ് നഷ്ടമായത്. പ്രവാസ ലോകത്ത് എത്ര കടുത്ത സൗഹൃദമാണെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ബാങ്കിംഗ് നിയമപരമായ ഉടമ്പടികൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ഇതിനൊപ്പം തന്നെ വിദേശത്ത് കുറ്റം ചെയ്തിട്ട് നാട്ടിൽ വന്ന് സുരക്ഷിതനായി ജീവിക്കാമെന്ന് കരുതുന്നവർക്ക് ശക്തമായ ഒരു സന്ദേശം നൽകാൻ ഈ കേസിന്റെ തുടർ നടപടികൾക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മലയാളി പ്രവാസി സമൂഹം നെഞ്ചിലേറ്റുന്ന വിശ്വാസ്യത എന്ന മഹത്തായ പാരമ്പര്യം വരും തലമുറകൾക്കായി സംരക്ഷിക്കപ്പെടുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.